കോറി പാർക്ക് കൂവപ്പൊയിൽ ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ ഒരു കൂവപ്പൊയിലുള്ള ഒരു പാർക്കായിരുന്നു. ആളുകൾക്ക് ഉല്ലസിക്കാനും കുട്ടികൾക്ക് കളിക്കാനും ഒഴിവു സമയങ്ങൾ ചെലവഴിക്കാനുമുള്ള ഒരു മനോഹരമായ പാർക്കാണ്. കൂവപ്പൊയിൽ ഇറങ്ങിയിട്ട് ഒരു കിലോമീറ്റർ പോലും ഇല്ല. കോറി പാർക്ക്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം എന്തൊക്കെയാണ് ഈ കോറി പാർക്കിലെ കാഴ്ചകളെന്ന്. ഒക്കെ വരൂ. റോഡിൽ നിന്ന് പാർക്കിലേക്ക് മെയിൻ കവാടം കടന്ന് താഴോട്ട് വരുന്ന ആ വഴിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇങ്ങനെ വന്ന് അങ്ങനെ താഴോട്ട് വരും. അതാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് ബോട്ടിൽ പോകാൻ ഒരാളെയും കിട്ടിയില്ല അല്ലേ? ആരെയും കിട്ടിയില്ല. നോക്ക്, എല്ലാവരോടും നോക്കി. കോറി പാർക്കിന്റെ മെയിൻ കവാടത്തു നിന്ന് കടന്നു വന്നാൽ കൊച്ചു കുട്ടികൾ കളിക്കുന്ന ഒരു സ്ഥലമായത്. കണ്ടോ, ചെറിയ ചെറിയ വണ്ടികളിൽ, കാറുകളിൽ ഒരു മോനുണ്ട് അതിന് ഉഷാറായിട്ട് പെർഫോം ചെയ്യുന്ന. കോറി പാർക്കിലെ വിശേഷങ്ങൾ ഒന്നാണിത്. കൊച്ചുമോള് വണ്ടിയായിട്ട് അവളെ സന്തോഷം പ്രകടിപ്പിക്കുക. രണ്ട് കൊച്ചുമക്കള് മനോഹരമായി കളിക്കുന്ന പാർക്കിൽ ഇതൊക്കെയാ കാണേണ്ട കാഴ്ച. അതെ, രണ്ട് കുഞ്ഞുങ്ങള് ചെറിയൊരു വണ്ടി ഓടിച്ചുകൊണ്ട് അങ്ങനെ പോവാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയൊരു സ്ഥലമായത് കോറി പാർക്ക്. അതിമനോഹരമായ പാർക്കായിരുന്നു.
ഈ പാർക്കിൽ വന്നാൽ ഒരു കുടുംബത്തിന് താമസിക്കാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. അതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ബാത്റൂമും അതുപോലെ തന്നെ ഒരു ഫാമിലിക്ക് താമസിക്കാനും ഒക്കെ ഉള്ള സംവിധാനമുള്ള ഒരു ഇതുണ്ട്. എന്താ പറയാ, അപ്പാർട്ട്മെന്റ്. ഇവിടെ താമസിക്കുന്നവനെ പുറത്ത് ഇങ്ങനെ നിന്ന് കാഴ്ചയൊക്കെ കാണാം. ഇവിടെ ഈ കാണുന്ന തെങ്ങ് ഉണ്ടല്ലോ, ഇത് കരിക്കിന് ഉപയോഗിക്കുന്ന തെങ്ങാണ്. ഈ തെങ്ങിൽ നിന്ന് കരിക്കിന്റെ ജ്യൂസ് അടക്കം ഇവിടുന്ന് കൊടുക്കുന്ന, ഇവിടുന്ന് കരിക്കിന്റെ ജ്യൂസ് ഇവിടുന്ന് തന്നെ കിട്ടും. ഇവിടുന്ന് ഈ കരിക്ക് കണ്ടോ, ഇതിന്റെ കരിക്കെടുത്ത് ചുവന്ന തേങ്ങയുള്ള എന്താ പറയാ, കരിക്കിനെടുക്കുന്ന മാത്രമേ ഉള്ളൂ തെങ്ങ. ഉള്ളൊക്കെ ലൈറ്റ് തെളിഞ്ഞു വരുന്നുണ്ട്. ചിക്കട്ടപ്പാറ പഞ്ചായത്തിലെ ഒരു പുതിയ സംരംഭമാണിത്. കോറി പാർക്ക് എന്ന ഈ അമ്യൂസ്മെന്റ് പാർക്ക്. ഇത് തുടങ്ങിയിട്ട് 4 മാസമായിട്ടുള്ളൂ. പുതിയൊരു സംരംഭമാണ്. നമ്മുടെ താലൂക്കിൽ തന്നെ ഇത് ആദ്യമായിട്ടുള്ള ഒരു സംരംഭമാണ്. ജനങ്ങൾക്ക് വിനോദം, സമയം സ്പെൻഡ് ചെയ്യാനും വിനോദത്തിനുമായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ഉപാധിയാണിത്. 50 വർഷത്തോളമായി ഞങ്ങൾ കരിങ്കൽ കോറി നടത്തിയിരുന്ന ഒരു പ്രദേശമാണ്. ഏകദേശം 4.5 ഏക്കറോളം സ്ഥലമുണ്ട്. എല്ലാവിധ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ വിനോദ ഉപാധികൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ചെറിയ ഒരു എൻട്രൻസ് ഫീസിൽ ഇവിടെ കയറിയാൽ രാവിലെ 11 മുതൽ രാത്രി 9 മണി വരെ നിങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഭക്ഷണമുണ്ട്, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പാർക്കുകളുണ്ട്, വലിയവർക്ക് ബോട്ടിംഗ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പൺ എയർ സ്റ്റേജ് ഉണ്ട്. ചെറിയ ഫംഗ്ഷനുകളും കല്യാണങ്ങളും ഒക്കെ നടത്താനുള്ള സംവിധാനങ്ങളുണ്ട്. അതുകൂടാതെ ഒരു കുടുംബത്തിന് താമസിക്കാനുള്ള ഒരു സ്റ്റേ ചെയ്ത് അവരുടെ ദിവസം ചെലവഴിക്കുവാനുള്ള സംവിധാനങ്ങളും ഒരു AC റൂമുകളും ഉണ്ട്. എല്ലാവിധ സംവിധാനങ്ങളും വളരെ കളർഫുള്ളായി ഏർപ്പെടുത്തിയിരിക്കുന്നു. പുതിയ ഐറ്റംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഓണക്കാലത്ത് പുതിയ റൈഡുകൾ വരുന്നുണ്ട്. പുതിയ 2-3 റൈഡുകളിലൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണവും, എല്ലാവിധ ഭക്ഷണങ്ങളും ഏർപ്പാടാക്കുന്നുണ്ട്. ഓണം കളർഫുൾ ആക്കാൻ വേണ്ടി പൂക്കളവും അതുപോലെ തന്നെ ഓണസദ്യയും ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാവരും വരിക, വന്ന് നിങ്ങളുടെ സമയം ഇവിടെ ഇത് കാണുക, സ്പെൻഡ് ചെയ്യുക. കുട്ടികൾക്കുള്ള ഈ കാറുകൾ, റൈഡുകളൊക്കെ വളരെ കളർഫുള്ളാണ്. കുട്ടികൾ വളരെ ആഹ്ലാദത്തോടും സന്തോഷത്തോടുമാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. അതുപോലെ തന്നെ പെഡൽ ബോട്ടിംഗ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്. കയാക്കിംഗ് സൗകര്യങ്ങളുണ്ട്. 2 ഏക്കറോളം വലിയ ഒരു ലേക്കാണ് ഞങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വളരെ നല്ല ജലമാണ്. അതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ മുതിർന്നവർക്ക് ഫിഷിങ്ങിനുള്ള സംവിധാനമുണ്ട്. 1500ഓളം മത്സ്യമുള്ള ഒരു കുളമുണ്ട് അവിടെ. അതിനകത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പോയി ചൂണ്ടയിട്ട് മീൻ പിടിക്കാം. ചുരുങ്ങിയ വിലയ്ക്ക് 200 രൂപ ആണ് ഞങ്ങൾ 1 കിലോ മത്സ്യത്തിന് നിങ്ങൾക്കായി ഞങ്ങൾ വാങ്ങുന്നുള്ളൂ. എല്ലാവിധ വിനോദ ഉപാധികളോടും കൂടിയ ഈ കോറി പാർക്കിലേക്ക് എല്ലാവരെയും വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അല്ല വാസേട്ടാ, എങ്ങനെയാ അതിന്റെ റേറ്റും കാര്യം കൂടി പറഞ്ഞാല്? ഇതിന്റെ റേറ്റ് എൻട്രൻസ് ഫീസ് 50 രൂപ മാത്രമേ ഉള്ളൂ. അത്
4 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക്, 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ട, അതിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക്. പിന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ബോട്ടിങ്ങിന് പെർ ഹെഡ് 100 രൂപയാണ് അരമണിക്കൂർ നേരത്തേന്. അതുപോലെ തന്നെ കുട്ടികളുടെ കാറിനും അരമണിക്കൂറിന് 100 രൂപയാണ് ഉപയോഗിക്കുന്നത്. മറ്റുള്ളതൊക്കെ ഫ്രീ, എല്ലാ ഫുഡും മറ്റുള്ള റൈഡുകൾ ഫ്രീ ആണ്. ഫുഡ് കാര്യങ്ങൾ നിങ്ങൾ ഓർഡർ ചെയ്താൽ ഏത് ഫുഡ് വേണമെങ്കിലും നമ്മൾ ചെയ്തു തരും. അത് കൂടുതൽ ഫംഗ്ഷനുകൾക്കൊക്കെ ആണെങ്കിൽ നേരത്തെ നിങ്ങൾ ഓർഡർ തരികയാണെന്നുണ്ടെങ്കിൽ ഏത് ഫുഡും സപ്ലൈ ചെയ്യുവാൻ ഞങ്ങൾ റെഡിയാണ്. ഓക്കെ ദാസേട്ടാ, താങ്ക് യു. അത്യാവശ്യം ചായയൊക്കെ കുടിക്കണമെങ്കിൽ ഇവിടെ അതിനുള്ള സംവിധാനമുണ്ട്. ഇതാ ചെറിയൊരു ലഘു ചായയും കടിയും ഒക്കെ ഉണ്ട്. അപ്പോ ഇതാ ചായ കുടിക്കാനും ഒക്കെ ഉള്ള സംവിധാനമാണ് ഇതിവിടെ. അപ്പോ ഈ ടീ ഷോപ്പിന്റെ നടത്തിപ്പ് ഇവരാണ്. എന്താണ് അപ്പോ ഇതാ ചായയൊക്കെ ഇവിടെ ഉണ്ടല്ലോ, എല്ലാ തരം ചായയും ഇവിടെ ഇല്ലേ? എന്താ നിങ്ങള് എന്ത് കൊടുക്കണമെന്ന് അങ്ങനെ ഒന്നും കൊടുക്കുന്നില്ല. നിങ്ങളോട് കാര്യം ചോദിച്ചല്ലേ. ഓംലെറ്റ് വേറെന്താ ഉള്ളേ? എന്താ പേര്? ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ പറ്റിയൊരു സംഭവമായി ഇവിടെ. ഇവിടെ വന്ന് ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് നല്ല ഫുഡൊക്കെ കഴിച്ചു പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോ അതായത് ദാസേട്ടൻ പറഞ്ഞതിനോട്ട് 4 മാസമായി ഇത് തുടങ്ങിയിട്ടുള്ളൂ. ഈ പാർക്ക് ഓണാകുമ്പോഴേക്ക് നല്ല രീതിയിൽ കളർഫുള്ളാക്കി നല്ല പുതിയ സംവിധാനമൊക്കെ വരുമെന്നാണ് ദാസേട്ടൻ പറഞ്ഞത്. അതുപോലെ അത് ദാസേട്ടൻ എന്ന് പറഞ്ഞാല് ഈ പാർക്കിന്റെ ഒരു സംരംഭകനാണ്. ഓക്കെ, ഇത് ഈ ബോട്ടിന് സമാനമായ സംഭവമാണ്. ഇതിനോട് നടന്ന് എപ്പുറത്ത് കിടന്ന ചായയും കടിയൊക്കെ ഇവിടെ കിട്ടും. ഇതാണ് കയാക്കിംഗ്. കൊച്ചു മോൻ അതാണ് കയാക്കിങ്ങിൽ പെർഫോം ചെയ്യാണ്. ഇതാ ഞാൻ പറഞ്ഞില്ലേ, ശുദ്ധജലം. അതായത് കൃത്രിമമായി സൃഷ്ടിച്ച വെള്ളമല്ല ഇത് ശുദ്ധമായ ഉറവ ജലമാണ്. ഇത് അതിൽ കൂടെയാണ് മൊച്ചമോനിത പിന്നെ ആ ജാക്കറ്റ് ഫുള്ള് 75 കിലോ ഒന്നും പറ്റില്ല. ഒരു കാര്യം അതിനകത്ത് ലോഡുണ്ട് അടിയില്. കൊച്ചുമോൻ ഇതാണ് കയാക്കിംഗ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള സ്റ്റിൽ വാട്ടർ അല്ല ഉപയോഗിക്കുക, ഒഴുക്കിലാണ് ഉപയോഗിക്കുന്നത്. കൊത്തൊഴുക്കിനകത്താണ് ഉപയോഗിക്കുക. എന്നാലും അവർ ഹെൽമെറ്റ് കൂടെ വെക്കും. ഹെൽമെറ്റും ഗ്ലൗസും കാര്യങ്ങളും ഒക്കെ വേണം. ഇടിച്ച് വീഴുവേ, കല്ലൊക്കെ ഇടിച്ച് വീഴുന്നതിന്. ഇപ്പൊ ഇങ്ങ സൈഡിലേക്ക് തുടങ്ങിയാൽ തിരിയും. ഇപ്പുറത്തേക്ക് തിരിഞ്ഞു. എവിടെയുണ്ട് ആൾക്കാരുള്ള സമയത്ത് നടന്നു പോയി. കൊച്ചുമോൻ ഇതാ തിരിച്ചു വരികയാണ് അങ്ങനെ കയാക്കിങ് ഉണ്ട്. ആ സൈഡിലൂടെ തിരിച്ചു വരിക. വട്ടം കറങ്ങുന്നത് ചങ്ങായിയെ ഇങ്ങ നേരെ പോയി.
ആശി ആശി ഇതെന്താ ഇവൻ അങ്ങോട്ട് ഇങ്ങോട്ടോടോ ഇതെന്താ ഇവൻ? ഓറി പാർക്കിലെ ലൈറ്റ് വിസ്മയം. ഓറി പാർക്കിന്റെ ലൈറ്റ് വിസ്മയമാണ്. കണ്ടില്ലേ, അതിമനോഹരമാണ്. എത്ര പറഞ്ഞാലും തീരെയില്ല. ഓക്കെ ഓക്കെ, ബായ്.